തലസ്ഥാനത്തെ ഹോട്ടലിലെ ലിഫ്റ്റിൽ ശശി തരൂർ കുടുങ്ങിയത് അല്പസമയം ആശങ്ക ഉണ്ടാക്കിയെങ്കിലും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി അദ്ദേഹത്തെ പുറത്തെത്തിക്കുകയായിരുന്നു. ഇപ്പോൾ പ്രതീഷ് ഉണ്ട് അവിടെ. പ്രതീഷ്, ഇപ്പോൾ ആ ലിഫ്റ്റിന്റെ സ്ഥിതി എന്താണ്? എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? ആളുകൾ കൂടുതൽ കയറിയത് കൊണ്ടാണോ? സ്മൃതി, നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ലിഫ്റ്റിലാണ് ശശി തരൂർ MP കുടുങ്ങിയത്. ഇവിടെ 6ാം നിലയിൽ 1ാം നമ്പർ ലിഫ്റ്റിലാണ് കുടുങ്ങിയത്. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ ലിഫ്റ്റിലാണ് ഈ അല്പസമയം മുമ്പ് അദ്ദേഹം കുടുങ്ങിക്കിടന്ന ശശി തരൂരിനെ ഫയർഫോഴ്സ് സംഘം എത്തി പുറത്തെത്തിച്ചത്. ഹൈഡ്രോളിക് സ്പ്രെഡർ എന്നുള്ള ഒരു ഉപകരണം എത്തിച്ചാണ് അദ്ദേഹത്തെ പുറത്ത് എത്തിക്കാൻ കഴിഞ്ഞത്. നേരത്തെ അദ്ദേഹത്തിന്റെ കൂടെയുണ്ടായിരുന്ന സ്റ്റാഫിലെയും ഈ ഹോട്ടലിലെയും ജീവനക്കാർ വലിയ പരിശ്രമം അദ്ദേഹത്തെ പുറത്തെത്തിക്കാൻ നടത്തിയെങ്കിലും അതിന് കഴിഞ്ഞിരുന്നില്ല. തുടർന്നാണ് ഈ ഫയർഫോഴ്സിനെ വിവരമറിയിച്ചത്. ഫയർഫോഴ്സ് എത്തി വളരെ നിമിഷ നേരം കൊണ്ട് തന്നെ അദ്ദേഹത്തെ പുറത്തെത്തിക്കാൻ കഴിഞ്ഞു. ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ ഇത് ഓവർലോഡ് ആയിരുന്നില്ല, എന്തെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം എന്നതാണ് പറയുന്നത്. ഒപ്പം ലിഫ്റ്റ് ഓപ്പറേറ്ററും ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിൽ ഒരു അപകടം അല്ലെങ്കിൽ ലിഫ്റ്റിൽ കുടുങ്ങിപ്പോയ ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്നത് സ്വാഭാവികമായും ഇനി പരിശോധിക്കും. കാരണം ഒരു MP ആണ് ലിഫ്റ്റിൽ കുടുങ്ങിയത്. കുറച്ചു നേരം, ഒരു 20 മിനിറ്റോളം അദ്ദേഹം ഇത്തരത്തിൽ ലിഫ്റ്റിൽ കുടുങ്ങി കിടക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ വളരെ സുരക്ഷിതനായി തന്നെ അദ്ദേഹത്തെ പുറത്തെത്തിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. അദ്ദേഹം ഈ തിരുവനന്തപുരം PMG സമാധാനമായി അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തെ രക്ഷിച്ച ഫയർഫോഴ്സ് ജീവനക്കാർക്ക് അദ്ദേഹം ഷോൾ അണിയിച്ചുകൊണ്ട് അവരെ ആദരിക്കുകയും ചെയ്തിരിക്കുന്നു.